D3 zone നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി മയോണൈസ്. ഇൻഗ്രീഡിയൻസ്: നാരങ്ങനീര്, ചില്ലി ഫ്ലേക്സ്, ബട്ടർ, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പാല്. ഓക്കെ, അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D3 സോൺ. അപ്പോൾ D3 സോണിൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി മയോണൈസിൻ്റെ റെസിപ്പിയാണ്. അത് പാൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ 1 ലിറ്റർ മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാൽ നന്നായി തിളക്കട്ടെ. പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പിരിഞ്ഞ് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു യെല്ലോവിഷ് ഷെയ്ഡാവും. അപ്പോൾ വേണം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു അരിപ്പ വെച്ചിട്ടോ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ ഊറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 2-3 അല്ലി ഗാർലിക്കാണ്. പിന്നെ നമ്മളിവിടെ ചില്ലി മയോണൈസാണ്. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. എന്നിട്ട് നമ്മൾ 2-3 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസി ആവും. എരിവ് കുറവാണെങ്കിൽ വീണ്ടും ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. എന്നിട്ട് പാൽ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹെൽത്തി ടേസ്റ്റ് മയോണൈസ് അടിപൊളിയായിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.